ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ SKSF-ന്റെ സാരഥി ബഹുമാനായ അഷ്റഫ് സാഹിബ് ഔദ്യോഗികമായി ഇവിടെ സ്വാഗത ഭാഷണം ചുരുങ്ങിയ വാക്കുകളിൽ നടത്തിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് ഈ സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജി അവറുകളെ, SKSF-ന്റെയും ദഅവാ സെന്ററിന്റെയും നേതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, SKSF തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ഹാദിയ ഷാർജ ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിൽ മാസങ്ങളായി നടത്തിവരുന്ന ഫാമിലി ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഷാർജയിൽ ഇങ്ങനെയൊരു ക്ലാസ്സിന് അവസരം തന്ന സുലൈമാൻ ഹാജി അവരുടെ കുടുംബത്തിന് ആദ്യമായി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇങ്ങനൊരു സ്വീകരണം കൊടുക്കാൻ തൃശ്ശൂർ ജില്ലയ്ക്കും അതുപോലെ ഹാദിയ ഷാർജ ചാപ്റ്ററിന് കഴിഞ്ഞത് വളരെയധികം സന്തോഷമായി ഈ അവസരത്തിൽ കണക്കാക്കുന്നു. ഉസ്താദിന് പങ്കെടുത്തൊരു സദസ്സിൽ സ്വാഗതം പറയുക എന്ന് തന്നെ വലിയൊരു സന്തോഷവും അഭിമാനവും തരുന്നൊരു നിമിഷമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നോമ്പ് തുറക്കുള്ള സമയവും അതുപോലെ ഉസ്താദിന് നസീഹത്തും ദുആയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഷാർജ SKSF തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഹാദിയ ഷാർജ ചാപ്റ്ററിന് വേണ്ടിയും ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഉസ്താദ് അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദഅവാ സെന്ററിന്റെ നേതാക്കൾ അബ്ദുൾ റസാഖ് വളാഞ്ചേരി, മൊയ്തുക്ക CC, ഖാദർക്ക, ഹനീഫക്ക, SKSF സ്റ്റേറ്റ് സെക്രട്ടറി ഫൈസൽ പയ്യനാട്, അബ്ദുള്ള റഫീഖ് കിഴിക്കര, അതുപോലെ ത്വാഹ സുബൈർ ഹുദവി, ജംഷാദ് ഹുദവി, പേരെടുത്ത് മുഴുവൻ പേരെയും പറയുന്നില്ല, എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജി അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് നദവി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ത്വാഹ സുബൈർ ഹുദവി, ഹാദിയ ചാപ്റ്ററിന്റെ വനിതായ സെക്രട്ടറിമാർ, ഹുദവിമാർ, തൃശ്ശൂർ ജില്ലാ SKSF-ന്റെ പ്രസിഡന്റ് ഹമീദ്, ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് SKSF-ന്റെ ഫൈസൽ പയ്യനാട്, റഫീഖ് കിഴിക്കര, ദഅവാ സെന്ററിന്റെ ബഹുമാന്യരായ റസാഖ് വളാഞ്ചേരി, ഖാദർ, ബാബു ബഷീർ, അതുപോലെ നമ്മുടെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള KMCC-യുടെ റഫീഖ്, SKSF-ന്റെ ഏറ്റവും പഴക്കം നിന്ന നമ്മുടെ മൊയ്തു സാഹിബ്, പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് സുലൈമാൻ സാഹിബ്, അങ്ങനെ ഒട്ടനവധി നമ്മുടെ സംഘടനാ ബന്ധുക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമാണെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ ഷെഡ്യൂൾ വളരെ പരിമിതമായതുകൊണ്ട് അതെല്ലാം സംസാരിക്കാനായി അഷ്റഫിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് അഷ്റഫ് ആ ഭാഗം തൊട്ടുപോയത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ദഅവാ സെന്ററിൽ ഉസ്താദ് അവറുകളുടെ സ്വീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതാണെങ്കിലും ഉസ്താദ് ഏത് ഉദ്ദേശത്തിന് UAE-യിലെത്തിയോ അന്ന് ആ ദൗത്യ നിർവഹണം ഉള്ളതുകൊണ്ട് അന്നത് നമുക്ക് നടത്താൻ സാധിച്ചില്ല. ഉസ്താദാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തിരിച്ചു പോവുകയും ചെയ്യും. ഞങ്ങൾ നടത്തുന്ന ഹാദിയയും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയും നടത്തുന്ന ഈ ഫാമിലി ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ഇവിടെ എത്തിച്ചേർന്ന
ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ റമദാൻ മാസത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. ആ സന്തോഷം ഞങ്ങളുടെ പ്രവർത്തകരുടെ മനസ്സിലും പ്രവർത്തനത്തിലും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ആവശ്യം ഉസ്താദിൽ നിന്ന് ദാറുൽ ഹുദയെ പറ്റിയും ഉസ്താദിൽ നിന്നുള്ള ഒരു നസീഹത്തും കേൾക്കാനാണ് ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഉസ്താദിന്റെ പ്രവർത്തനവും ദാറുൽ ഹുദയും ഇവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമില്ല. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ദാറുൽ ഹുദയെ പറ്റിയും ദാറുൽ ഹുദയുടെ സംവിധാനത്തെ പറ്റിയും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഒരുപക്ഷെ നമ്മുടെ സഹോദരിമാർ ഇത്തരം വേദികളിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ട് ഒരു 2 വാക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദ എന്ന സംവിധാനം, അതിൻ്റെ കരിക്കുലം ഇങ്ങനെ ഒരു പുതിയ രീതിയിൽ സംവിധാനം ചെയ്തപ്പോൾ, അതിനെ ഡിസൈൻ ചെയ്തപ്പോൾ അന്നത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ പോലും ഒരുപക്ഷെ സംശയിച്ചിട്ടുണ്ടായിരുന്നു. ഉദവികൾക്കോ അല്ലെങ്കിൽ അത് സ്റ്റുഡൻസിന് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന്. ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദിന്റെ ദീർഘവീക്ഷണവും നമ്മൾക്ക് അത് പ്രാക്ടിക്കലായി നമ്മൾക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞു. ഇന്ന് ലോകത്തിന്റെ ഏത് കോണുകളിൽ നമ്മൾ നോക്കിയാലും ഉദവികളുടെ സാന്നിധ്യം നമ്മൾക്ക് കാണാം. BBC മുതൽ എടുത്തു പറയാവുന്ന വലിയ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 30-32 വലിയ സ്ഥാനങ്ങളിൽ ഇന്ന് ഹുദവിമാർ നിലകൊള്ളുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ബേസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന മദ്രസ 5ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ നിന്ന് മികച്ച കഴിവുള്ള വിദ്യാർത്ഥികളെ ഒരു മാനദണ്ഡവും മറ്റേത് മാനദണ്ഡവും മാറ്റി നിർത്തിക്കൊണ്ട് ആ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മാനദണ്ഡം മാത്രം കണക്കിലെടുത്തുകൊണ്ട് അഡ്മിഷൻ ഏറ്റെടുത്തിട്ടുള്ള സംവിധാനത്തിലൂടെ പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ വിജയം കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് പുറത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളൊക്കെ നേരിട്ട് പോയി നോർത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്തെന്നറിയാത്ത, മതബോധം എന്തെന്നറിയാത്ത ആ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവിടെയും ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകൾ തുറന്നു. പല വീഡിയോകളും നമ്മൾ ദൃശ്യിച്ചാൽ കാണാം. ഉസ്താദ് അവരുകൾ നേരിട്ട് അവിടെ സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു കൊടുത്ത് അതിന് നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തി. അൽഹംദുലില്ലാഹ് അതെല്ലാം വലിയ വലിയ സംഭവങ്ങളായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സൂപ്പർ ബോഡി എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ സ്വീകരിച്ചു. ആ സന്തോഷം അതൊരു വലിയ സന്തോഷമാണ് ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ. ആ സന്തോഷം അറിയിക്കുക, അതാണ് ഇന്നത്തെ മെയിൻ ദൗത്യം. ആ സന്തോഷം ഇവിടെയുള്ള പല പ്രവർത്തകർക്കും അറിയിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയവും സന്ദർഭവും അത് അനുകൂലമല്ലാത്തത് കൊണ്ട് അത് കമ്പർസ് ചെയ്ത് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇനി ഹാദിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ജംഷാദ്
2 വാക്ക് ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട നദീം ഉസ്താദ് നമ്മളുമായി സംവദിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ 15 മിനിറ്റ് മുമ്പ് നമ്മൾ പരിപാടി നിർത്തി. നോമ്പ് തുറയിൽ ഉസ്താദിന്റെ ദുആയുടെ സാന്നിധ്യത്തോടുകൂടി നമ്മൾ നോമ്പ് തുറക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ 2 വാക്ക് സംസാരിക്കാനായി വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. നാം ഈ ഒരു അവസരത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ ദാറുൽ ഷാർജ കമ്മിറ്റിയുടെ പ്രസിഡന്റിൽ നിന്നും കേൾക്കാനിടയായി. പ്രധാനമായും നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ബഹാദീൻ ഉസ്താദിൻ്റെ സമസ്ത മുഷാവറയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഉസ്താദ് യുഎയിലെത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാം ഉസ്താദ് അവർക്ക് ഒരു സ്വീകരണവും അതുപോലെ ഇവിടെ 2 ആഴ്ച കൂടുന്തോറും നടന്നു വരുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് ഈ ഒരു സംരംഭം നമുക്ക് ഈ ഒരു സ്വീകരണ പരിപാടി ലഭിച്ചത് നമ്മൾ അത്യധികം സന്തോഷത്തോടെ മനസ്സിലാക്കുന്നു. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ക്ലാസ് ഇവിടെ 2 ആഴ്ച തോറും വെള്ളിയാഴ്ച വൈകിട്ടാണ് നടക്കാറുള്ളത്. ഈ ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ മറ്റുള്ള പരിപാടികളിലും മറ്റുള്ള പീരിയോഡിക്കലായിട്ടുള്ള പരിപാടികളിലും നമ്മുടെ സാന്നിധ്യം ഇവിടെ ഷാർജയിൽ ഉണ്ടാകാറുണ്ട്. ഈ അവസരത്തിൽ ഉസ്താദ് അവർകളിൽ നിന്നും നമുക്ക് ദാറുൽ ഹുദയുടെ പ്രവർത്തനങ്ങളും അത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലുള്ള ദാറുൽ ഹുദയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ വിശദമായ ഒരു രീതി ഉസ്താദിൽ നിന്നും നാം എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടി പറയാതെ ഉസ്താദിന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൗവ സെന്ററിന്റെയും സംസ്ഥാന SKSF ഭാഗത്തു നിന്ന് ഒരു റസാഖ് വളാഞ്ചേരി നമ്മുടെ പഴയ SKSFന്റെ പ്രവർത്തകനാണ്. നമ്മുടെ സംസ്ഥാന കേരള ജമിയത്തുലമയുടെ ഷാവറാംഗവും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രബല ആത്മീയ പ്രഭാഷകനായ ഉസ്താദ് ബഹാദൂർ ഉസ്താദ്, അതുപോലെ ഇവിടെ യോഗത്തിന് അധ്യക്ഷനായ സുലൈമാനാജി, മറ്റ് നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ദേവാസനത്തിന്റെ സെക്രട്ടറി ചേലേരി വന്നിട്ടുണ്ട്. അവസരമാണ് തട്ടിയെടുത്തിട്ടുള്ളത്. ഏതായാലും ചേലേരിയും 2 വാക്ക് പറയും. നേരത്തെ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഉസ്താദ് ആദ്യമായി കേന്ദ്ര മുഷാവറാംഗമായി യുഎയിലെത്തുന്ന ഈ അവസരത്തിൽ ആ സന്തോഷം ഉസ്താദിനെ വിളിച്ച് പങ്കെടുക്കണമെന്ന് ദേവാസനത്തിന്റെയും മറ്റൊക്കെ നേതാക്കളൊക്കെ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നമ്മുടെ പരിപാടി ഉസ്താദിന്റെ അസൗകര്യം കാരണം മാറ്റിവെക്കേണ്ടി വന്നത്. ഏതായാലും ഈ ഹ്രസ്വ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒന്ന് ഉസ്താദിനോടൊപ്പം ഇരിക്കാൻ നമുക്കൊക്കെ സാധിച്ചുള്ള സന്തോഷമാണ് നമുക്ക് ഇവിടെ പങ്കുവെക്കാനുള്ളത്. അതൊക്കെ നേരത്തെ ഉസ്താദൊക്കെ മുഷാവറിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. അൽഹംദുലില്ലാഹ് ഏതായാലും അതിന്റെ സമയം എത്തി. ഇതിപ്പോഴായിരിക്കാം. അൽഹംദുലില്ലാഹ് ഉസ്താദിന് സമുദായത്തിനും ദീനിനൊക്കെ
സേവനം ചെയ്യാൻ കൂടുതൽ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. പരിപാടിക്ക് എല്ലാവിധ ആശംസ നേർന്നു. നമ്മുടെ ദവാ സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ജലീൽ സാഹിബ് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ദവാ സെന്ററിന് വേണ്ടി 2 വാക്ക് കൂടെ പറയാനിരിക്കും. അതിനുശേഷം ഫൈസൽ 2 വാക്ക് പറയും. നമ്മുടെ ഉസ്താദുകളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജലീൽ സാഹിബിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാ. ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദ്, ദവാ സെന്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ സാഹിബ്, മറ്റു നേതാക്കന്മാരെ, സഹോദരങ്ങളെ, സുന്നി കേരളം ഏറ്റവും ആഗ്രഹിച്ച, പലപ്പോഴും ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരുന്ന ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ മുഷാവറ പ്രവേശനം, അത് ലോകത്തിലെ സുന്നത്തെ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെയൊക്കെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു തീരുമാനമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് പഴയ തലമുറയിലെ വലിയ പണ്ഡിതന്മാരുടെ ഒപ്പം ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ്. ബഷീർ മുസ്ലിയാരുടെയും അതുപോലെ സി ചൈദ്രോസ് മുസ്ലിയാരുടെയും ഡോക്ടർ മറ്റു നേതാക്കന്മാരുടെ കൂടെയൊക്കെ ദാറുൽ ഹുദ കെട്ടിപ്പടുക്കുന്നതിൽ അന്ന് ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായ ഉസ്താദ് ആ തലമുറ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത തലമുറയുടെ കൂടെയും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഉസ്താദിനെ ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയാലും ഉസ്താദിൻ്റെ മുരീദന്മാർ ഉണ്ടാകും. ഒരു വലിയ പ്രസ്ഥാനമായി, നമുക്ക് അഭിമാനത്തിൻ്റെ ഒരു വിഷയമായി, അഭിമാനത്തിൻ്റെ ഭാഗമായി ദാറുൽ ഹുദ വളർന്നു വന്നിരിച്ചിരിക്കുന്നു. കേരളക്കരയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും ദാറുൽ ഹുദയുടെ ശാഖകൾ ആരംഭിച്ചു വരികയാണ്, വന്നു വിജയം കാണുകയാണ്. അള്ളാഹു വലിയ ദൗത്യമാണ് ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഉസ്താദ് നമ്മുടെ ഒരു സ്വീകരണ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. ഉസ്താദിന് അന്ന് അബുദാബിയിലെ യൂസുഫ് അലി സാഹിബിൻ്റെ കെയർ ഓഫിലെ ഒരു വലിയ ഒരു പ്രധാനിയെ കാണാൻ അവസരമുണ്ടായി. അങ്ങനെയൊക്കെ അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ ഈ പ്രസ്ഥാനത്തിനും സ്ഥാനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വൈകിക്കുന്നില്ല, ഈ സമയം വളരെ അതിക്രമിച്ചപ്പോൾ. മുഷാവറയിൽ എന്തുകൊണ്ട് ഉസ്താദ് വന്നില്ല എന്ന് നമ്മുടെ പോലെ ആളുകൾക്ക് മാത്രമേ അതിൽ ആശങ്ക ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ സമയമായപ്പോൾ ഉസ്താദ് മുഷാവറയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ചെറുപ്പക്കാർ ആവേശം കൊണ്ടു ഫേക്ക് ന്യൂസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. അതാ ഉസ്താദ് മുഷാവറിൽ എത്തി എന്നൊക്കെ. പക്ഷേ അതിൻ്റെ സമയമായി ഉസ്താദ് മുഷാവറിലെത്തി. ഇനിയും മുഷാവറയിൽ ഉസ്താദിൻ്റെ മഹനീയ സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇനിയും ഉസ്താദിന് ഇവിടെ സമസ്തയിൽ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വലിയ ഉയർച്ചകൾ വരേണ്ടതുണ്ട്. അതിനായി പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഫൈസലിന്റെ സമ്മതത്തോടു കൂടി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി SKSFന്റെ ജനറൽ സെക്രട്ടറി ഫൈസൽ അവരുടെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ വിശിഷ്ടാതിഥി ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി കുരിയർ,
മറ്റു ഇവിടെ സന്നിഹിതരായിട്ടുള്ള മോമിനിയങ്ങളെ, ഉസ്താദിൻ്റെ സ്വീകരണ യോഗത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സമസ്തയിൽ സംഘടനാപരമായ സാന്നിധ്യത്തിലൂടെ ഉസ്താദ് കേരള സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമീൻ്റെ, അത് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ്. ഉസ്താദിൻ്റെ സ്വീകരണ യോഗത്തിൽ ഒരു ആശംസ പറയാനുള്ളത്. ഉസ്താദിൻ്റെ ധീരമായ നിലപാടുകളോടെ, നയങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസ്ഥാന SKSF-ന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ സ്വീകരണ യോഗം ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായാലേ അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം വിഴുങ്ങിയാണ് ഞാൻ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട താഹ ഉദവി സാഹിബ് ഇവിടെ വിഷയം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഷ്യൻ തന്നെ ഉസ്താദ് അവറുകളെ ഈ സന്ദർഭത്തിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി താഹ സുബൈർ സാദരം ക്ഷണിച്ചു. ഷോർട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഉസ്താദിൻ്റെ ഉപദേശത്തിനാണ്. ഞാൻ ആ സമയം കവർന്നെടുക്കുന്നില്ല. പിന്നെ ഓരോ തീരുമാനങ്ങളും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, എൻ്റെ റബ്ബിനെ ഖൈർ എന്താണെന്ന് അറിയുള്ളൂ. അപ്പം ആ തീരുമാനം വരുമ്പോൾ അത് ഖൈറാണെന്ന് കരുതി ഞാൻ സന്തോഷിക്കുമായിരുന്നു. അതെനിക്ക് വെറുപ്പുള്ള കാര്യമായിരുന്നാലും ഖൈർ അതായിരിക്കും. അള്ളാഹു ഖൈറിലേക്ക് നമ്മെ വഴി നടത്തുമാറാവട്ടെ. ഉസ്താദിനെ എല്ലാവർക്കും വേണ്ടി വിനയാന്വിതനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد، സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെ ഒരു സ്വീകരണത്തിന് യഥാർത്ഥത്തിൽ ഞാൻ അർഹനല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിൽ മെമ്പറാവുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ യോഗ്യതയും പദവിയും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളുകൾ ആണ് അതിലേക്ക് വരേണ്ടത്. മുൻപുള്ള നേതാക്കന്മാരും മെമ്പർമാരൊക്കെ അങ്ങനത്തെവരായിരുന്നു. ഇന്ന് പിന്നെ അങ്ങനത്തെവരില്ലാതാകുമ്പോൾ ഉള്ള ആൾക്കാരെ, ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് മാത്രം. ഏതാണെങ്കിലും ഈ അപദാനങ്ങളും പ്രകീർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ദുആ ഉണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ശക്തമായ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച വളരെ വലിയ ഒരു അനുഗ്രഹമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 100 വർഷങ്ങൾക്ക് മുമ്പ് 1926 ഹിജറ കണക്കനുസരിച്ച് 93 കൊല്ലം ആയിട്ടുണ്ടാവും. 2 മാസം കഴിഞ്ഞാൽ ദുൽഖഅദയാണ്. ദുൽഖഅദയിലാണ് സമസ്തയുടെ ആദ്യത്തെ കൺവെൻഷൻ ചേർന്ന് തെരഞ്ഞെടുപ്പ് സംഘടനക്ക് ജന്മം നൽകപ്പെട്ടത്. 90 ക്രിസ്തു വർഷമാകുമ്പോൾ 93 ഹിജറ വർഷമാവും.
ഈ നീണ്ട കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഏതേതെല്ലാം മേഖലയിലാണ് ലഭിച്ചത് എന്ന് ചുരുക്കി പറയാൻ പോലും ഇപ്പോൾ സമയമില്ല. ഏതാണെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത വലിയൊരു അനുഗ്രഹമാണ് അതിലൂടെ ലഭിച്ചത് എന്നത് നിസ്തർക്കമാണ്. നിങ്ങൾ GCCയിലെ ഏതെങ്കിലും ഒരു അറബി കുട്ടിനെ, ഒരു 9 വയസ്സുള്ള കുട്ടിനെ വിളിച്ചിട്ട് ഇസ്ലാംകാരും ഇമാകാരും എത്രയെന്ന് ചോദിക്കാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ആ പ്രായമുള്ളൊരു കുട്ടിയുണ്ടാവും, അവനെ വിളിച്ചും ചോദിക്കാം. ഉദാഹരണം ഇസ്ലാംകാരെന്ന്. അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ, ബാല്യകാലം മുതലേ പഠിക്കാനും തുടർന്ന് ആ സംസ്കാരം തുടർന്നു കൊണ്ടുപോകാനുമുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മുടെ 90-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ കെനിയയിൽ നിന്ന് 4 പേരടങ്ങുന്ന ഒരു സംഘം വന്നിരുന്നു. കെനിയ എന്ന ആഫ്രിക്കയുടെ കിഴക്കേ ഭാഗത്ത് കടലിൽ നിന്നാണ് കയറുമ്പോൾ സോമാലിയ, പിന്നെ എത്യോപ്യ, അത് കഴിഞ്ഞാൽ കെനിയാണ്. അവർ വന്നിട്ട് ആകെ അത്ഭുതസ്തബ്ധരായി നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി. ഒന്നാം സമ്മേളനം അവർ കണ്ടു. മലയാള മനോരമ വരെ ഫസ്റ്റ് പേജിൽ സാറ്റലൈറ്റ് ചിത്രം പ്രസിദ്ധീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് എത്രയേ മനോരമ. തുടർന്ന് അവർ ഒരു 8-10 ദിവസം കേരളത്തിൽ താമസിക്കുകയും വിവിധ മത സംഘടനകളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഇംപ്രഷൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു തുടർച്ച എന്ന നിലക്ക് അവർ നാട്ടിലെത്തിയതിന് ശേഷം കേരളത്തിലെ ഒരു സംഘത്തെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. സമസ്ത ജനറൽ സെക്രട്ടറി ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ 2 ഖാദിമാർ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയുള്ള ഒരു 5-6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമിതി. ഈ വിനീതനും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ കേരളത്തെ സംബന്ധിച്ച് ഓരോരുത്തരും ഇങ്ങനെ വാചാലരാ, അവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതിൻ്റെ ഒരു തുടർച്ചയായി ജാമിഅ നൂരിയയുടെ സിലബസിലുള്ള ഒരു സ്ഥാപനത്തിന് അവിടെ ശിലാസ്ഥാപനം നടത്തി കഴിഞ്ഞു. ഒരു 20 ഏക്കർ സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ആ ശിലാസ്ഥാപന കർമ്മം നടന്നത്. അതേപോലെ വേറൊരു സ്ഥലത്ത് ദാറുൽഹുദയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ശിലാസ്ഥാപനത്തിന് ഒരു സന്നദ്ധരായി. പക്ഷെ ഞാൻ പറഞ്ഞു, ദാറുൽഹുദ അങ്ങനെ പെട്ടെന്ന് തുടങ്ങണ്ട, അത് നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് തുടങ്ങിയാൽ മതി എന്നാണ് നിർത്തി വെച്ചിരിക്കുക. ഏതാണെങ്കിലും ഞങ്ങൾ തുടങ്ങുന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒരുപാട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. അവിടങ്ങളിലൊന്നും ഇസ്ലാമുമായോ ഇസ്ലാമിൻ്റെ ജീവനായ ഇൽമുമായോ പുതിയ തലമുറക്ക് അല്ലെങ്കിൽ നിലവിലുള്ള തലമുറക്ക് ബന്ധം പുലർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് അതീവ ദുഃഖത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിനൊരു ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലക്ഷദ്വീപ് അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണം. ലക്ഷദ്വീപിൽ അംഗീകൃത മദ്രസകൾ വരെയുണ്ട്, പക്ഷേ ഒന്നും കാര്യക്ഷമമായി നടക്കണില്ല. 5ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സൊക്കെയുള്ള മദ്രസ ഉണ്ട്, പക്ഷേ പൊതുപരീക്ഷ പോലും നടത്തപ്പെടാത്ത 5ാം ക്ലാസ് മദ്രസകൾ അവിടെ ഉണ്ട്. ഭൂമിശാസ്ത്രപരമായ കുറേ പരിമിതികളും നിരന്തരമായി നമ്മുടെ മുഫത്തിഷ്മാർ അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർക്ക് പോയി വരാനുള്ള അസൗകര്യവുമൊക്കെ ഉണ്ടായതുകൊണ്ട് 100% മുസ്ലിങ്ങളാണ് ലക്ഷദ്വീപിൽ. ലക്ഷദ്വീപിൽ പോയ ആളുകളുണ്ടാവും ചെയ്യും. അപ്പോൾ ഒരു ചാലകശക്തി മുസ്ലിമീങ്ങളുടെ പിന്നിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് അവരുടെ സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ, ആത്മീയമായ, മതപരമായ
കാര്യങ്ങളൊക്കെ ഉത്കർഷപൂർണമായിക്കൊണ്ടിരിക്കും എന്നത് ഒരു ചരിത്രപരമായ ഒരു അധ്യാപനമാണ്, ഒരു വസ്തുതയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 4 മാസം മുമ്പ് ഞാൻ പോയിരുന്നു ലക്ഷദ്വീപ് ഒരു പരിപാടിക്ക്. അന്ന് ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. 100% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് വളർന്നു വരുന്ന മുസ്ലിം തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകപ്പെടാതെ പോയാൽ പിന്നെ അവർക്ക് ഒരു ഇസ്ലാമിന്റെ ഗുണം ഉണ്ടാവില്ല. ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ് പോലെ മുസ്ലിം എന്ന് വന്നത് കൊണ്ട് ഒരു ഗുണമില്ല. 20 വർഷം മുമ്പ് ബോസ്നിയയിൽ യുദ്ധം നടന്നിരുന്നു, ഓർമ്മ ഉണ്ടാവും പഴയ ആൾക്കാർക്ക്. അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അപ്പൊ യൂറോപ്പിൽ ഒരു മുസ്ലിം രാജ്യം പിറന്നു വരുന്നത് യൂറോപ്യന്മാർ പൊതുവെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ വംശനാശം വരുത്തുന്നതിന് വേണ്ടി ഗൂഢാലോചനകൾ നടത്തപ്പെട്ട് ആണ് ബോസ്നിയ ഹെർസഗോവിനയിൽ യുദ്ധം നടന്നത്. ക്രോട്ടുകളും സെർബുകളും ഒക്കെ ചേർന്ന് 5 ലക്ഷം മുസ്ലിമീങ്ങൾ അന്ന് അവിടെ കൊല്ലപ്പെട്ടു. 1993 സംഭവം. മുസ്ലിം നാമധാരികൾ എന്നല്ലാതെ ഇസ്ലാമുമായി അവർക്ക് സാംസ്കാരികമായ, ആത്മീയമായ, മതപരമായ, ധാർമ്മികമായ സജീവമായ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരികമായ അവസ്ഥ ഇല്ലാതിരുന്നിട്ടും അവർ 5 ലക്ഷം മുസ്ലിമീങ്ങളെ കുരുതി കൊടുക്കപ്പെടേണ്ടി വന്നു. യൂറോപ്യന്മാർ പരിഗണിക്കണ എന്താണെങ്കിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു തനിമ അവകാശപ്പെടാൻ കഴിയാതിരുന്നിട്ട് പോലും ഇസ്ലാമിന്റെ പേരിൽ അവര് ഉച്ചാടനം ചെയ്യപ്പെടും, മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ. ഈ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ അങ്ങനെ തന്നെ. മുസ്ലിം ലോകത്ത് പലയിടത്തുള്ള അവസ്ഥ അങ്ങനെ തന്നെ. അവിടെ ശത്രുക്കൾ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരുടെ അസ്തിത്വം അവരെ സ്ഥാപിക്കും, അവരുടെ ആധിപത്യം അവർ വാഴും അവിടെ. ഈജിപ്തില് അതുപോലെ മറ്റു പല അറബ് രാജ്യങ്ങളിലൊക്കെ വിദേശ ശക്തികൾ ഭരണം നടത്തിയിരുന്നു, കോളനികളായിരുന്നു. അവരുടെ സംസ്കാരം തന്നെ കീഴ്മേൽ മറിഞ്ഞുപോയി. പതിറ്റാണ്ടുകൾ നീണ്ട അല്ലെങ്കിൽ 1-2 നൂറ്റാണ്ടുകൾ നിന്ന അധിനിവേശത്തിലൂടെ മുസ്ലിമീങ്ങളെ ആ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നിന്ന് അവർ മാറ്റിയെടുത്തു. അറബി ഭാഷ, ശുദ്ധമായ അറബി ഭാഷ ഉന്മൂലനം ചെയ്യാനുള്ള പല നിഗൂഢ പദ്ധതികളും അവർ നടപ്പാക്കി. മിസ്രിയുടെ ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നത് അനബൗൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാമെന്നാ അതിൻ്റെ അർത്ഥം. അക്കൂലു എന്നാണ്. അക്കൂലിന് മുമ്പ് ചില ക്രിയകളൊന്നിലൊക്കെ ഒരു ബാഗ് കൂട്ടും, കാഫിന് ഉച്ചാരണമില്ല, അങ്ങനെയാണ് അനബൗൽ എന്നാണ്. മകേഷ് ഒരുപാട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇത് വിദേശ ശക്തികൾ ശക്തമായി പദ്ധതി ആവിഷ്കരിച്ച് ശുദ്ധമായ അറബി നിഷ്കാസനം ചെയ്യാനുള്ള ഗൂഢാലോചനകൾ നടത്തിയതിന്റെ പരിണതിയാണ്. എന്താ അറബി ഭാഷയോട് അവർക്ക് ഇത്ര വിദ്വേഷം ചോദിച്ചാൽ, ശുദ്ധമായ അറബി ഭാഷയിലാണ് ഖുർആൻ. ശുദ്ധമായ അറബി ഭാഷ ഒരു നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്താൽ പിന്നെ അവർക്ക് ഖുർആൻ വായിക്കാൻ കഴിയില്ല. നമ്മളെ മാതിരി നമുക്കിപ്പോൾ അറബി അറിയില്ല, മലയാളികൾക്ക് ഉദാഹരണം. ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതാത്തവന്റെ കാര്യം വലിയ അത്ഭുതമാണെന്ന് പണ്ട് മുതലേ മഹാന്മാർ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളീ പല ആളുകൾക്കും ഭാഷ പഠിക്കാൻ കഴിയില്ല. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അപ്പം നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് ഖുർആനിനെ ഓതുന്നു എന്നാണ്. താബീയങ്ങളും അവരുടെ പിന്മുറക്കാരുമായ വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അർത്ഥം അറിയാതെ ഓതുന്നവന്റെ കാര്യം വലിയ അത്ഭുതമാണ്. എന്നാൽ ആ ഈമാനിന് പ്രശോഭ നൽകുന്ന ഒരവസ്ഥയാണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം ഉള്ള ഈജിപ്ത് അതുപോലുള്ള പല രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കള് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗൂഢാലോചനകൾ നടപ്പാക്കി വന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഇൽമിന്റെ മഹത്വം അഥവാ ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ്, അതിന്റെ മഹത്വം സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിവിടെ ക്ലാസ്സിന് വരുന്നു, അൽഹംദുലില്ലാ, പള്ളിയിൽ പോയി കിതാബ് തന്നെ ദീൻ പഠിച്ചോളണമെന്നില്ല. എങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള ഖുർആൻ ക്ലാസ്സിലോ ഹദീസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ മാസാന്ത ക്ലാസ്സിലോ കുടുംബ ക്ലാസ്സിലോ വനിതാ ക്ലാസ്സിലോ മാതൃസംഗമത്തിലോ എവിടെ വെച്ചാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവുകൾ പറയപ്പെടുന്ന ഏത് സദസ്സിനെയും നാം സസന്തോഷം സ്വാഗതം ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ത്വര, അഭിവാഞ്ച നമുക്കുണ്ടാകും. അങ്ങനെ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഇസ്ലാമിന്റെ മറ്റു കാര്യങ്ങൾ പഠിക്കണം. അപ്പോഴേ നമ്മളെ ഹൃദയത്തിന് ഇസ്ലാമികമായ ഒരു പ്രകാശം ഉണ്ടാവും, ഈമാനികമായ ഒരു വെളിച്ചം ഉണ്ടാവുകയാണ്. അപ്പോഴേ അള്ളാഹുമായി അടുക്കാൻ സാധിക്കും. അള്ളാഹുമായി അടുക്കുന്നതിന് പകരം അകലുകയാണ് വലിയ തോതിൽ ജനങ്ങൾ. ആധുനികതയുടെ പേരിൽ, പരിഷ്കാരത്തിന്റെ പേരിൽ, ഭൗതികതയുടെ പേരിൽ, സാമ്പത്തിക ഭ്രമത്തിന്റെ പേരിൽ, പല കാര്യങ്ങളിലും. അള്ളാഹുമായി അടുക്കണമെങ്കിൽ ആദ്യം നമ്മളത് സ്വയം തീരുമാനിക്കണം. ഞാനിങ്ങനെ നായപോലെ പടച്ചവനായിട്ട് കുറച്ച് കൂടുതൽ അടുക്കണം. അതിനുള്ള വഴികൾ പിന്നെ നമ്മൾ ചെയ്യണം. വഴി ചെയ്യാതെ വെറുതെ ഇങ്ങനെ ദ്വാരുന്നതുകൊണ്ട് ലൈലത്തുൽ ഖദറിന് 26,000 അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള പുണ്യ സന്ദർഭങ്ങളിലൊക്കെ ദ്വാരുന്നത് കൊണ്ട് മാത്രം സംഗതി നടക്കുക. ദ്വായുടെ താല്പര്യത്തിലേക്ക് എത്താനുള്ള വഴി നമ്മൾ സംവിധാനിക്കും. അതുകൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കി കാബയിൽ അള്ളാഹുവിന്റെയും ഇബ്രാഹിം നബിയുടെയും ബദ്ധവൈരികളായ ബിംബങ്ങൾ കയറിയിരുന്നത്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുള്ള കാബ ഉണ്ടാക്കി, പഠിച്ചോ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അവർ അള്ളാഹുവിനോട് സമർപ്പിച്ചു, പഠിച്ചാൽ ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്, കബൂൽ ചെയ്യണേ, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഖുർആനിൽ ആ സംഭവം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇർഫഅ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കാൻ അനുയായികൾ അല്ലെങ്കിൽ പിൻഗാമികൾ തയ്യാറായില്ല. അല്ലെങ്കിൽ ക്രമേണ അതിന്റെ വോൾട്ടേജ് കുറഞ്ഞ് ഇങ്ങനെ വന്നു. അപ്പൊ ബിംബങ്ങൾക്ക് എതിരെ ഉണ്ടാക്കപ്പെട്ട കാബയിൽ അതേ ബിംബങ്ങൾ കയറിയിരുന്നു. അറബികളാണ് ചെയ്തത്. അറബികളാണ് ഇസ്മായിലികൾ എന്ന അവരുടെ പേര്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പര അറബികൾ. വല്യാപ്പാരുണ്ടാക്കിയ ഈ സാംസ്കാരിക സൗധം നശിപ്പിച്ചത് പേരമക്കളാണ്, അറബികളാണ്, ഇസ്മായിലികൾ. ഞാനിത് പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനിക്കുന്നതിന് മുൻപ് തന്നെ വലിയ അന്തസ്സാർന്ന അസ്തിത്വമാണുള്ളത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുമ്പ് തന്നെ അവര് നമ്മുടെ നാടുമായി കച്ചവട ബന്ധം പുലർത്തിയിരുന്നു. ആ കച്ചവട ബന്ധത്തിലൂടെ നേരത്തെ തന്നെ ഇസ്ലാമിന്റെ സന്ദേശം കേരളത്തിലെത്തി എന്നതാണ്. ഇസ്ലാമിന് മുൻപ് തന്നെ അറബികൾ കച്ചവടക്കാരായിരുന്നു. ലീലാഫി അതാ പറയണം, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം ജഹലത്ത് ശിതാഇ വസ്സൈഫ്. 360 ദിവസം കച്ചവടം നടത്തും. ഉഷ്ണകാലത്ത് ഒരു ദിക്കിലേക്ക്, ശൈത്യകാലത്ത് വേറൊരു ദിക്കിലേക്ക്, ഇങ്ങനെയാണ് അവർ കച്ചവടത്തിന് പോയിരുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതം കച്ചവടത്തിലായി എൻഗേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാവുന്ന ആ സൂറത്തിന്റെ സന്ദേശം അതാണ്. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അങ്ങനെ ഒരു അനുഗ്രഹം അവർക്ക് ചെയ്യാൻ കാരണം അവർ അള്ളാഹുവിന്റെ ഭവനമായ കഅബയുടെ സംരക്ഷകരും കഅബയുടെ പരിസരത്ത് ജീവിക്കുന്നവരുമായിരുന്നു എന്നതാണ്. പക്ഷെ ആ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ അവർക്ക് വീഴ്ച വന്നുപോയി, അല്ലെങ്കിൽ അവർ വീഴ്ച വരുത്തി. കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നപ്പോൾ നമ്മുടെ പൂർവികന്മാരൊക്കെ അമുസ്ലിമീങ്ങളായിരുന്നിട്ട് പോലും അവർ ഇസ്ലാമിനെ സഹർഷം സ്വാഗതം ചെയ്തു. ചരിത്ര സംഭവങ്ങൾ ഒരുപാടുണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല. അങ്ങനെ സമസ്ത 90 വർഷം മുമ്പ് രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ആ വിധത്തിലുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിലുണ്ടായത്. അതിന് യമനിൽ നിന്ന് വന്ന ഹദ്രമികളായ സയ്യിദുമാരും അമ്പ്രന്തങ്ങൾ, സയ്യിദ് ഷെയ്ഖ് ജഫീരി തങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർ, ബുഖാറയിൽ നിന്ന് വന്ന സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ,
ഇങ്ങനെ ഒരുപാട് സാദാത്തുമാരും ആലിമീങ്ങളും ഒക്കെ ചരിത്രത്തിലുടനീളം ഈ 14-13 നൂറ്റാണ്ട് കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരിലൂടെ ലഭിച്ച ആ സംസ്കാരം കൂടുതൽ ഭദ്രമായി സംരക്ഷിക്കുന്നതിനും ജനങ്ങളിലേക്ക് വ്യാപകമായി എത്തിക്കുന്നതിനും മുൻഗണനാക്രമത്തിലുള്ള പ്രവർത്തനങ്ങൾ സംവിധാനിക്കുന്നതിനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 90 കൊല്ലം മുമ്പ് രൂപീകരിക്കപ്പെട്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ മുൻഗണനാക്രമങ്ങൾ വേണം. പിന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വൃത്തങ്ങളിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വരും. അതാണ് സമസ്ത ചെയ്തത്. ആദ്യത്തെ 25 കൊല്ലം ബാദുവറക്കും സമ്മേളനം നടത്തിവരുന്ന സമസ്തയുടെ പ്രവർത്തനം 1926 മുതൽ 51 വരെയുള്ള 4 നൂറ്റാണ്ട് കാലം. അന്നത്തെ പ്രവർത്തന രീതി അങ്ങനെയാണ്. കുറെ വാർഷിക സമ്മേളനങ്ങൾ നടന്നത് സമസ്തയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ആലിമികൾ വാഴ പറഞ്ഞിട്ട് പിന്നെ ദർസ് നടത്തിയിട്ട് അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയാണ് അന്ന് ആ ആദ്യത്തെ 4 നൂറ്റാണ്ട് സമസ്ത വിദ്യാഭ്യാസവും സംസ്കാരവും ദീനും ഒക്കെ സംരക്ഷിച്ചത്. 51-ലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത്. 53-ൽ സുന്നി യുവജന സംഘം ഉണ്ടാകുന്നു. 59-ൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ സംഘടന ജമിയത്തുൽ മുഅല്ലിമീൻ രൂപം കൊള്ളുന്നു. 76-ൽ സമസ്ത സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകൃതമാകുന്നു. 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് സമസ്തയുടെ കീഴിൽ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള സംഘടനയായി വിപുലീകരിക്കപ്പെടും. 1973-ൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംഘടന ഉണ്ടാകും. അതിൽ ചില അനിഷ്ടകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ 1989-ൽ SKSSF രൂപീകരിക്കപ്പെടും. പിന്നീട് സമസ്ത എംപ്ലോയീസ് യൂണിയൻ ഉണ്ടാകുന്നു. സമസ്തയുടെ പ്രവർത്തകന്മാരായ ഉദ്യോഗസ്ഥന്മാരായ ആളുകളുടെ സംഘടന. 1993-ൽ സുന്നി ബാലവേദി രൂപീകൃതമാകും. SBV മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ് 7ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ വരെയുള്ള മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സംഘടന SKSSF-ന്റെ മുൻപ്. ഇങ്ങനെ ഓരോ ഘട്ടവും ഓരോ സന്ദർഭവും എന്താണോ സമൂഹത്തിന്റെ മാർഗദർശനത്തിന് ആവശ്യമാകുന്നത് അനിവാര്യമാകുന്നത് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത്, പദ്ധതികൾ നടപ്പാക്കി വന്നു. അതാണ് കേരളത്തിന്റെ വെളിച്ചം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ സാദാത്തുമാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനൊരു ശക്തമായ ഒരു ജനറ്റിക് സ്വഭാവം, പരമ്പരാഗതമായ ദീനിനോടുള്ള പ്രതിപത്തി, ആവേശം, പ്രതിബദ്ധത, ദീനിനെ സ്നേഹിക്കൽ, ദീനീ പ്രവർത്തനങ്ങളിൽ നിരതരാകൽ, ദീനീ പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭ്യമാകൽ, ഇങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ളവർക്ക് അത് കാണാൻ സാധിക്കില്ല. ഒക്കെ ഇവിടെ നിന്നാ കാണാം. UAE വന്നാൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വന്നാൽ കാണാം. ഇതൊക്കെ കേരളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ എവിടെ ചെന്നോ അവിടെയൊക്കെ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പണ്ട് ബർമയിൽ പോയി, മ്യാൻമർ, അവിടെ മലബാർ മുസ്ലിം ജമാഅത്തുണ്ട്. പിന്നെ മലേഷ്യയിൽ പോയി, സിംഗപ്പൂരിൽ പോയി, അവിടെയൊക്കെ ഉണ്ട് മദ്രസകളുണ്ട്, മലബാർ മുസ്ലിം ജമാഅത്തുകളുണ്ട്. സിംഗപ്പൂരിൽ ഇന്നുമുണ്ട് മലബാർ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ജമാഅത്ത് പള്ളി. അവിടെ കുറെ വർഷങ്ങളായി ഹുദവികളാണ്, ഖുത്ബ നിർവഹിക്കാനും മറ്റും. മലേഷ്യയിലുണ്ട് അംഗീകൃത മദ്രസകൾ. കേരളത്തിൽ നിന്ന് സമസ്തയിൽ നിന്ന് പകർത്തപ്പെട്ട സംസ്കാര പ്രവർത്തന രീതികൾ ഒക്കെ ഉണ്ടാവും. കേരള മുസ്ലിങ്ങൾ എവിടെയൊക്കെ പോയാൽ അവിടെയൊക്കെ ഉണ്ടാവും. ലണ്ടനിൽ വരെയുണ്ട് നമ്മുടെ പ്രവർത്തന സംവിധാനം. ഇപ്പോൾ അവിടെ ഒരു ഉദവി ഹയർ സ്റ്റഡീസിന് പോയിരുന്നു. കാസർഗോഡുള്ള ഒരു അലി അസർ ഉദവി, അവനാണ് ഇവിടുത്തെ പ്രസിഡന്റ്. സെക്രട്ടറി കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരുള്ള ഒരു മുജീബാണ് സെക്രട്ടറി. നമ്മുടെ നാട്ടിൽ പോയ കുറേ ആൾക്കാരുണ്ട്. അവിടെ മജ്ലിസുൻ നൂർ നടക്കുന്നുണ്ട് ലണ്ടനിൽ. അതുപോലെ തന്നെ ക്ലാസ് നടക്കുന്നുണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, ഹദീസ് ക്ലാസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ജനിതക പാരമ്പര്യം. അതായത് ഇസ്ലാമിന് വേണ്ടിയും ദീനിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ദീനിന്റെ പ്രവർത്തന ഫലങ്ങൾ എത്തിച്ചു കൊടുക്കുക, ദീനീ വിജ്ഞാനം കൈമാറാം. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് 1986 സമസ്തയുടെ കീഴ്ഘടകമായ നേരത്തെ പറഞ്ഞ സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ചമ്മാട് ദാറുൽ ഹുദ സ്ഥാപിതമാകുന്നു. ദാറുൽ ഹുദ ഞങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ടില്ല.
രണ്ട് വിദ്യാഭ്യാസം ഒന്നിച്ച് നൽകപ്പെടുന്ന ഒരു പണ്ഡിത സമൂഹം വേണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ കുറെ മുമ്പേ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എങ്ങനെ നടപ്പാക്കുക വളരെ ദുഷ്കരമായ ഒരു കാര്യമായിട്ടാണ് ചർച്ചകളിലൊക്കെ അത് വരിക. വളരെ ദുഷ്കരമായ കാര്യമായി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കുന്നതും ദർസിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ ജാമ്യാൻ വഴി പോയി പഠിക്കുന്നതും രണ്ടും ഒരു സമയം ഒരാൾക്ക് നൽകണം. ഒരാൾ MA പൂർത്തിയാക്കണമെങ്കിൽ 17 കൊല്ലം വേണം. 10 കൊല്ലം സെക്കൻഡറി സ്കൂൾ, 2 കൊല്ലം +2 അല്ലെങ്കിൽ PDC ഫണ്ട്, പിന്നെ 3 കൊല്ലം ഡിഗ്രി, പിന്നെ 2 കൊല്ലം PG. മറ്റേനും ഏകദേശം അത്ര വേണം. അപ്പോൾ 17 34 കൊല്ലം ഒരാളെ പഠിക്കാൻ കിട്ടും. ഏതാണെങ്കിലും അൽഹംദുലില്ലാഹ് ചുരുക്കി പറയാം, ദാറുൽ ഹുദ പ്രയോഗവൽക്കരിച്ചു. 1986 ജൂൺ 26 സ്ഥാപനം തുടങ്ങി. ആ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് പോയത്തായി ചെയ്യണേ, എങ്ങനെ കണക്കും സയൻസും സോഷ്യൽ സയൻസും എക്കണോമിക്സും ജോഗ്രഫിയും ഖുർആനും ഹദീസും ഫിഖ്ഹും എല്ലാം കൂടി പഠിച്ച ഒരാളെ ഇൻഷാ അല്ലാഹ് നോക്കാന്ന് പറഞ്ഞു. ഇപ്പം അത്തരം സ്ഥാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാഹ് നമ്മുടെ ദാറുൽ ഹുദ പഠനം പൂർത്തിയാക്കിയ ആളുകളാണ്. ദാറുൽ ഹുദയുടെ പാഠ്യപദ്ധതിയും ദാറുൽ ഹുദയുടെ പ്രവർത്തന രീതിയും ഒക്കെ സമൂഹം മനസ്സിലാക്കി അവർ അത് കോപ്പി അടിക്കാൻ തുടങ്ങി, പകർത്താൻ തുടങ്ങി. ആദ്യം താറുൽ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സമസ്തയുടെ കീഴിലുള്ള പഴയ സ്ഥാപനം ദാറുൽ ഹുദയുടെ പാഠ്യപദ്ധതി അംഗീകരിച്ചു. പിന്നെ മലപ്പുറം കോട്ടക്കൽ പറപ്പൂർ വാപ്പുട്ടി മുസ്ലിയാർ സബീലുൽ ഹിദായ അറബിക് കോളേജ് തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാഹ് 23 അണ്ടർ ഗ്രാജുവേറ്റ് സ്ഥാപനങ്ങൾ ദാറുൽ ഹുദക്കുണ്ട്. ദാറുൽ ഹുദയിൽ 1400-ലധികം കുട്ടികൾ പഠിക്കുന്നു. ഈ 23 സ്ഥാപനങ്ങളായി ഏകദേശം 3000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4000-ലധികം വിദ്യാർത്ഥികൾ ഈ പാഠ്യപദ്ധതി പഠിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ. കുറേ ആളുകൾ പഠിച്ച് പുറത്തിറങ്ങി, 2000-ഓളം ആളുകൾ, 200-ലധികം ആളുകൾ നിങ്ങളുടെ UAE തന്നെ ഉണ്ട്. വിവിധ മേഖലകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ വൻകരകളിൽ, യൂറോപ്പിൽ ഹുദവിയുണ്ട്, ആഫ്രിക്കയിൽ ഹുദവിയുണ്ട്, ഏഷ്യയിൽ പറയാനില്ല, അമേരിക്കയിലേക്ക് ഹുദവികൾ പോയി വന്നിരുന്നു. ഇങ്ങനെ എവിടെ ചെന്നാലും അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പുതിയ പണ്ഡിത തലമുറയെ ഉണ്ടാക്കണമെന്നായിരുന്നു ദാറുൽ ഹുദയുടെ ലക്ഷ്യമുണ്ട് സാക്ഷാത്കൃതമായി. ദാറുൽ ഹുദ തുടങ്ങി ഒരു 10-13 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ചിന്താഗതി വന്നു. കേരളത്തിന് പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്, അതീവ ദയനീയം. എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല, ഒറ്റക്ക് നിസ്കരിക്കാനും അറിയില്ല. ഒറ്റക്ക് പറഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ ആണെങ്കിൽ ഇമാമ ചെയ്യണം, അങ്ങനെ ചെയ്യുമെന്ന് മാത്രം. ജമാഅത്തിന് ചെല്ലുമ്പോൾ സലാം വീട്ടിൽ നമാസ് ഖത്തം ഹോഗയ എന്നുകൊണ്ട് തിരിച്ചു പോരാണ്, ഒറ്റക്ക് നിസ്കരിക്കാൻ. ഇതിലൊന്നും അതിശയോക്തിയില്ല. അങ്ങനെയാണ് 1999 ദാറുൽ ഹുദയിൽ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ തുടങ്ങിയത്. ഉറുദു മീഡിയം ആയിട്ട് പഠിപ്പിക്കുക, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉറുദു മീഡിയത്തിൽ പഠിപ്പിക്കുക. അൽഹംദുലില്ലാഹ് അതിൽ നിന്നും കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് പോയി. കേരളത്തിന്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും അവർ വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ മതപ്രഭാഷണ രംഗത്ത്, ദീനി രംഗത്ത് ഒക്കെ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് അവിടെ നിന്നൊക്കെയുള്ള വളരെ വിദൂര ആസാമിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ദാറുൽ ഹുദയിൽ പഠിക്കാൻ വരാം. എത്ര ദൂരമുണ്ട്? 3500 കിലോമീറ്റർ, 4000 കിലോമീറ്റർ. നമ്മളാരെങ്കിലും അയക്കുക 4000 കിലോമീറ്റർ, നമ്മൾ 40 കിലോമീറ്റർ ദൂരെ അയച്ചാൽ തന്നെ പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്കാണ് പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കും, മോളെ എന്ന് പറഞ്ഞു. 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കുക. റമദാനിൽ മാത്രമേ ഒരു വീട്ടിൽ പോവുള്ളൂ, ബാക്കി 10 മാസം പുറത്തുണ്ട്. അങ്ങനെയാണ് പുറത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്ന ചിന്താഗതി വന്ന് ഒരു 8 കൊല്ലം മുമ്പ് ആന്ധ്രാപ്രദേശിൽ, ആന്ധ്ര എന്നാണ് സാധാരണ പറയുക, കാരണം ഇപ്പോൾ വിഭജനത്തിന് ശേഷം മറ്റേ സ്റ്റേറ്റിൽ സീമാന്ധ്രയിലാണ്. ആന്ധ്ര വിഭജിച്ച് 2 സ്റ്റേറ്റ് ആക്കിയത്. സീമാന്ധ്രയിലെ പുങ്കനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 7 കൊല്ലം പൂർത്തിയായി അവിടെ തുടങ്ങിയിട്ട്. അവിടങ്ങളിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ തുടങ്ങിയിട്ട് 4 കൊല്ലമായി, ആസാമിൽ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. മധ്യ കർണാടകയിൽ ഹാവേരി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടുത്തെ ഒരു താലൂക്കാണ് ഹാങ്കൽ. ഹാങ്കലിന്റെ 4 കിലോമീറ്റർ അടുത്ത് നമ്മൾക്ക് അവിടെ ഇപ്പോൾ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസിന് ശിലാസ്ഥാപനം നടത്തിയിരിക്കുക കഴിഞ്ഞ മാസം. അത്ര റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോടും അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
മഹാരാഷ്ട്രയിലെ ഭീവണ്ടിക്ക് സമീപമുള്ള വഡോളി എന്ന പറഞ്ഞ സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം 2 കോടി ഉറുപ്പിക കൊടുത്ത് ദാറുൽ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനം തുടങ്ങും. അവിടെ ഒരുപാട് കുട്ടികൾ ദാറുൽ പഠിച്ചു കഴിഞ്ഞവരുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം അവിടെ ഒരു സ്ഥാപനം വേണമെന്ന് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെയും നമ്മൾ ഭൂമി വാങ്ങിപ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനം. ഹാവേരിയിലെ ഹാങ്കലിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ഒരു മംഗലാപുരത്തുകാരുണ്ട്, അബ്ദുൽ കരീം ഹാജി. എന്നാണ് കർണാടക സ്റ്റേറ്റുകാരൻ. അയാൾ ചില പള്ളികളും മദ്രസകളൊക്കെ സ്വന്തം ചെലവിൽ നടത്തുന്നുണ്ട്. വലിയ സമ്പന്നനാണ്, വലിയ കർഷകനും. അയാൾ വലിയ ഹോസ്പിറ്റലിൽ 2 മക്കളുടെ ഒരു മകൻ ഡോക്ടറാണ്. മകൻ ഡോക്ടറായതിൻ്റെ ആശുപത്രി വിലക്ക് വാങ്ങി. അങ്ങനെ അയാള് സാമ്പത്തിക കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചെയ്യാനുള്ളൊരു തൗഫീഖ് കൂടിയും വേണം. അപ്പൊ ഈ മദ്രസകളിലേക്ക് പള്ളികളിലേക്ക് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ഹുദവികളെ ലഭിച്ചു. അങ്ങനെ ദാറുൽഹുദയെ പരിചയപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം മകനെ ദാറുൽഹുദയിലേക്ക് അയച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ച് പിന്നെ അദ്ദേഹം തന്നെ നേരിൽ വന്ന് കണ്ട് അദ്ദേഹത്തിന് വിശാലമായ കൃഷിസ്ഥലം 75 ഏക്കറിൽ അതിന്റെ മുൻഭാഗത്തുള്ള 6 ഏക്കർ 35 സെന്റ് സ്ഥലം ദാറുൽഹുദക്ക് തന്ന സൗജന്യമായിട്ട്. അവിടെയാണ് ഇപ്പോൾ ഇതറക്കലുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് ദാറുൽഹുദ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിനുവേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എന്തെല്ലാം സേവനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാൻ കഴിയും ഒക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മക്കളോ ബന്ധപ്പെട്ടവരുടെ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ ദീനും ദുനിയാവും അറിയുന്ന ഒരു പണ്ഡിതനായി നമ്മുടെ മക്കൾ വരുമ്പോൾ വളർന്നു കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ദീനിന് സ്വീകാര്യത ഉണ്ടാവും. ദീനിന്റെ പ്രബോധനങ്ങൾ ആനുകാലികമായി നടക്കും. അതിനൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ദുആകളും ഉണ്ടാകണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പിന്നെ എനിക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. ഈ അപദാന പ്രകീർത്തനങ്ങൾക്ക് പകരം അതിനെ നിങ്ങൾ ദുആർക്കാണ് വേണ്ടത് എന്നുകൂടി ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുകൂടൽ പ്രധാന സാലിഹാമലായ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.